ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 25 MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്കണോമിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആസ് ദ എൻജിൻ ഓഫ് ഗ്രോത്ത് ഇൻ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി? ഓപ്ഷൻസ്: ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, കാരൽ മാക്സ്, തോമസ് മാൽത്തൂസ്. ആൻസർ ഓപ്ഷൻ സി, കാരൽ മാക്സ്. കാരൽ മാക്സിന്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷണൽ ഡ്രൈവറാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. സോ ഇൻ ഹിസ് തിയറി, ഉൽപാദനത്തിലൂടെ ഉയർന്നു വരുന്ന സർപ്ലസ് വാല്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ലാഭം കൂടുകയും എക്കണോമിയുടെ വ്യാപ്തി കൂടുകയും ചെയ്യുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ആഡം സ്മിത്ത് റോൾ ഓഫ് ക്യാപിറ്റൽ ഇൻ എക്സ്പാൻഡിങ് ദ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചും ഇൻവിസിബിൾ ഹാൻഡ് ലേസർ സ്ക്വയറിനെ കുറിച്ചും എല്ലാമാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് റിക്കാർഡോയുടെ പ്രധാന കൺസെപ്റ്റുകളാണ് മാർജിനൽ അഗ്രികൾച്ചറൽ റിട്ടേൺസും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസും. തോമസ് മാൽത്തോസ് തിയറി ഓഫ് പോപ്പുലേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പുലേഷൻ ടേൺ ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ഫുഡ് സപ്ലൈ ലീഡിംഗ് ടു സബ്സ്റ്റൻസ് ലെവൽ ഇക്വിലിബ്രിയം, നോട്ട് ഗ്രോത്ത് ത്രൂ ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് മോസ്റ്റ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത്. ഓപ്ഷൻ എ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ഓപ്ഷൻ ബി ഡിമിനിഷിംഗ് റിട്ടേൺസ്, ഓപ്ഷൻ സി ഇൻഫ്ലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ട്രേഡ് ലിബറലൈസേഷൻ. ആൻസർ ഓപ്ഷൻ ബി, ഡിമിനിഷിംഗ് റിട്ടേൺസ്. മാൽത്തൂസിന്റെ തിയറിയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് റിസോഴ്സിന്റെ സപ്ലൈ ഫിക്സഡ് ആകുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസിന് കാരണമാകുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്നത് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷേ മാൽത്തൂസിന്റെ തിയറിയിൽ ഇതിന് പ്രാധാന്യം നൽകിയിട്ടില്ല. ഇൻഫ്ലേഷനും ഗ്രോത്തും തമ്മിൽ പ്രത്യേകമായിട്ട് യാതൊരു റിലേഷനും പറയുന്നില്ല. ട്രേഡ് ലിബറലൈസേഷൻ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും ക്ലാസിക്കൽ തിയറിയിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ഫീച്ചേഴ്സ് ഓഫ് സോളോസ് നിയോക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ? ഓപ്ഷൻ എ, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഓപ്ഷൻ ബി ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ എൻഡോജീനിയസ്, ഓപ്ഷൻ സി ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നോ റോൾ ഓഫ് ടെക്നോളജി. ആൻസർ ഓപ്ഷൻ സി, diminishing returns to capital. In Solow model assumes diminishing marginal returns to capital and labor with a long-run growth driven by exogenous technological progress. അടുത്ത ക്വസ്റ്റ്യൻ, ഹരോൾഡ് ഡോമർ മോഡൽ highlight the importance of ഓപ്ഷൻ എ technological changes, option B capital output ratio and savings rate, option C natural resources, option D ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി. സോ ഹരോൾഡ് ഡോമർ പ്രകാരം ഗ്രോത്ത് റേറ്റ് എന്നത് സേവിങ്സ് റേറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്നത് ഇവിടെ ഉൾക്കൊള്ളുന്നില്ല, നാച്ചുറൽ റിസോഴ്സ് എന്നത് ഇറിലവൻ്റ് ആണ്, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്നത് ഡിമാൻഡ് സൈഡിൽ ഇവിടെ കൂടുതൽ പ്രാധാന്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൊപ്പോസ്ഡ് ദ തിയറി ഓഫ് ബാലൻസ്ഡ് ഗ്രോത്ത്? ഓപ്ഷൻ എ റാഗ്നർ നസ്കെ, ഓപ്ഷൻ ബി അർദർ ലോയിസ്, ഓപ്ഷൻ സി JS മിൽ, ഓപ്ഷൻ ഡി നിക്കോളാസ് കൽഡോർ. ആൻസർ ഓപ്ഷൻ എ റാഗ്നർ നസ്കെ. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി മുഖേന ഗ്രോത്ത് നേടാൻ എല്ലാ വ്യാവസായിക മേഖലകളിലേക്കും ക്രമമായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതുണ്ട് എന്നാണ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പറയുന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ അർദർ ലോയിസ് എന്നത് ഡ്യുവൽ സെക്ടർ മോഡലാണ്, JS മിൽ എന്നത് ക്ലാസിക്കൽ സ്കൂളിലെ വക്താവാണ്, നിക്കോളാസ് കൽഡോർ ഡിമാൻഡ് സൈഡ് ഗ്രോത്ത് മോഡലിന്റെ വക്താവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ ലൂയിസ്, ഓപ്ഷൻ ബി ഹിർഷ്മാൻ, ഓപ്ഷൻ സി ഹിക്സ്, ഓപ്ഷൻ ഡി സോളോ. ആൻസർ ഓപ്ഷൻ ബി ഹിർഷ്മാൻ. ആൽബർട്ട് ഹിർഷ്മാൻ പറയുന്നത് ഡെലിബ്രേറ്റ് ഇംബാലൻസ് വഴി ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജ് ഉണ്ടാകുന്നു, ഇതുവഴി വികസനം സാധ്യമാവുന്നു എന്നാണ്. ഓപ്ഷൻസിലേക്ക് വന്നാൽ ലോയിസ് എന്നത് ഡ്യുവൽ സെക്ടർ ആണ്, ഹിക്സ് എന്നത് ISLM അനാലിസിസ് ആണ്, സോളോ എന്നത് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറിയുടെ വക്താവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ
ആർനെസ്കെ, ഓപ്ഷൻ ബി ആർ നെൽസൺ, ഓപ്ഷൻ സി ജോൺ റോബിൻസൺ ആൻഡ് ഓപ്ഷൻ ഡി ടി ഷൂട്ട്സ്. ആൻസർ ഓപ്ഷൻ ബി ആർ നെൽസൺ. റിച്ചാർഡ് നെൽസനാണ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിൻ്റെ വരുമാനം കുറവായിരിക്കുമ്പോൾ ജനസംഖ്യ വർദ്ധിച്ചാലും അതിൻ്റെ ഗ്രോത്ത് ഒരു മിനിമം ലെവലിൽ ട്രാപ്പായിട്ട് നിലനിൽക്കും. അതാണ് ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ആർനെസ്കെ എന്നത് പ്രൊപ്പോസ്ഡ് ബാലൻസ് ഗ്രോത്ത്, ജോൺ റോബിൻസൺ എന്നത് പോസ്റ്റ് കൈനീഷ്യൻ എക്കണോമിസ്റ്റ് ആണ്, ഫോക്കസ്ഡ് ഓൺ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ടി ഷൂട്ട്സ് വർക്ക്ഡ് ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിസിസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ ഡബ്ല്യു റോസ്റ്റോ, ഓപ്ഷൻ ബി ഹാർവി ലൈബൻസ്റ്റൈൻ, ഓപ്ഷൻ സി ജോൺ റോബിൻസൺ ആൻഡ് ഓപ്ഷൻ ഡി പോൾ റോബർ. ആൻസർ ഓപ്ഷൻ ബി ഹാർവി ലൈബൻസ്റ്റൈൻ. അദ്ദേഹമാണ് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിസീസ് അവതരിപ്പിച്ചത്. ഒരു രാഷ്ട്രം ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് സാധ്യമാകണമെങ്കിൽ ഒരു നിശ്ചിത രീതിയിൽ അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ആ ജനങ്ങളെ ഗ്രോത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഹാർവി ലൈബൻസ്റ്റൈൻ പറയുന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ റോസ്തോ നോൺ ഫോർ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ജോൺ റോബിൻസൺ നോൺ ഫോർ മോണിറ്ററി തിയറി, പോൾ റോമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യുവൽ സെക്ടർ മോഡൽ വിത്ത് അൺലിമിറ്റഡ് ലേബർ സപ്ലൈ വാസ് ഫോർമുലേറ്റഡ് ബൈ ഓപ്ഷൻ എ അർതർ ലൂയിസ്, ഓപ്ഷൻ ബി ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി ടി ഡബ്ല്യു ഷൂട്ട്സ്. ആൻസർ ഓപ്ഷൻ എ അർതർ ലൂയിസ്. അർതർ ലൂയിസ് ഡെവലപ്പ് ചെയ്ത ഡ്യുവൽ സെക്ടർ മോഡലിൽ രണ്ട് തരത്തിലുള്ള സെക്ടേഴ്സ് ആണുള്ളത്. സബ്സ്റ്റൻസ് സെക്ടേഴ്സ്, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ സെക്ടറാണിത്. കൂടുതലുള്ള സർപ്ലസ് തൊഴിലാളികൾ ഇവിടെയുണ്ട്. ക്യാപിറ്റലിസ്റ്റ് സെക്ടർ അല്ലെങ്കിൽ മോഡേൺ ഇൻഡസ്ട്രിയിൽ ഈ ഒരു സബ്സ്റ്റൻസ് സെക്ടറിലുള്ള തൊഴിലാളികളെ, സർപ്ലസ് തൊഴിലാളികളെ ഈ ഒരു ലെവലിലേക്ക് സബ്സ്റ്റൻസ് വേജസിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ് അർതർ ലോയിസ് ഡ്യുവൽ സെക്ടർ മോഡലിൽ പറയുന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്നത് ഷോർട്ട് റൺ മാക്രോ എക്കണോമിക് തിയറിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അമർത്യ സെൻ കേപ്പബിലിറ്റീസ് അപ്രോച്ചിലാണ്. ഷൂട്ട്സ് എന്നത് ഹ്യൂമൻ ക്യാപിറ്റലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫയർ-ഇനിസ് മോഡൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഓപ്ഷൻ എ സോളോ മോഡൽ, ഓപ്ഷൻ ബി ലൂയിസ് മോഡൽ, ഓപ്ഷൻ സി ഹെറോൾഡ് ഡോമർ മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി ക്ലാസിക്കൽ തിയറി. ആൻസർ ഓപ്ഷൻ ബി ലൂയിസ് മോഡൽ. ഫയർ-ഇനിസ് മോഡൽ എന്നത് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ലൂയിസ് മോഡലാണ്. ജോൺ ഫെയുടെയും ഗുസ്താവ് റെനിസിൻ്റെയും തിയറിയാണ് ഫയർ-ഇനിസ് മോഡൽ. ഡ്യുവൽ സെക്ടർ ഡെവലപ്മെന്റ് എന്നത് ഗ്രോത്തിൻ്റെ 3 ഫേസ് ആയിട്ട് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. ഫേസ് 1 എന്നത് സർപ്ലസ് ലേബർ ഫേസും, ഫേസ് 2 എന്നത് ഡിമിനിഷിങ് സർപ്ലസ് ഫേസും, ഫേസ് 3 എന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഫേസ് ആയിട്ട് ഇവരിവിടെ വിശദീകരിച്ചിരിക്കുന്നു. സോ മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ സോളോ മോഡൽ എന്നത് നിയോ ക്ലാസിക്കലാണ്. ഹെറോൾഡ് ഡോമർ മോഡൽ ബേസ്ഡ് ഓൺ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ക്ലാസിക്കൽ തിയറി എന്നത് ജനറൽ ഫൗണ്ടേഷൻ ആണ്, നോട്ട് ദി സ്പെസിഫിക് ഫോർ ലേബർ ഡ്യുവൽ ലേബർസ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സോളോ മോഡൽ ലോങ് ടേം എക്കണോമിക് ഗ്രോത്ത് ഈസ് പ്രൈമർലി ഡ്രിവൺ ബൈ ഓപ്ഷൻ എ ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഓപ്ഷൻ ബി ലേബർ ഗ്രോത്ത്, ഓപ്ഷൻ സി ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഓപ്ഷൻ ഡി എക്സ്പോർട്ട് എക്സ്പാൻഷൻ. ആൻസർ ഓപ്ഷൻ സി ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സോളോ ഗ്രോത്ത് മോഡൽ പ്രകാരം ലോങ് റണ്ണിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അത്യാവശ്യമാണ്. ക്യാപിറ്റൽ ലേബർ സംഭാവന കുറയ്ക്കുകയും ഡിമിനിഷിങ് റിട്ടേൺസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സബ്സ്റ്റൻസ് ഗ്രോത്ത് നിലനിൽക്കുന്നതിനായിട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അത്യാവശ്യമാണ്. ഓപ്ഷൻസിലേക്ക് വന്നാൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്നത് ഒരു ഷോർട്ട് ടേം ഗ്രോത്ത് ആണ്. ലേബർ ഗ്രോത്ത് എന്നതും പരിമിതമാണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നതാണ് ദീർഘകാലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിൽ നിലനിൽക്കുന്നത്. എക്സ്പോർട്ട് എക്സ്പാൻഷൻ എന്നത് ഈ ഒരു മോഡലിൽ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തിയറി സപ്പോർട്ട് മാസീവ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഓൾ സെക്ടേഴ്സ് സൈമൾട്ടേനിയസ്ലി.
Option unbalanced growth. Option B classical growth theory. Option C balanced growth. Option D Harold Domer theory. Answer option C balanced growth. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പറയുന്നത് എല്ലാ മേഖലകളിലും സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇത് പോവർട്ടി ട്രാപ്പിനെ മറികടക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും ഒരു സാമ്പത്തിക അടിസ്ഥാനം സൃഷ്ടിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻസിലേക്ക് വന്നാൽ അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്നത് സെക്ടറുകളെ മാത്രം തിരഞ്ഞെടുത്തുള്ള നിക്ഷേപമാണ്. ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി എന്നത് ഇക്വിലിബ്രിയം ഓറിയൻറ്റഡ് ആണ്. ബാലൻസ്ഡ് ഗ്രോത്ത് എന്നത് സിൻക്രോണിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹെറോൾഡ് ഡോമർ തിയറി എന്നത് ഫോക്കസ്ഡ് ഓൺ സേവിങ്സ് ആൻഡ് ഔട്ട്പുട്ട് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കീ ക്രിറ്റിസിസം ഓഫ് ഹെറോൾഡ് ഡോമർ മോഡൽ? ഓപ്ഷൻ എ ഓവർ emphasizing on technology. Option B no explanation of savings. Option C it predict unstable growth path. Option D ignore the role of capital. Answer option C it predict unstable growth path. ഹെറോൾഡ് ഡോമർ മോഡലിൻ്റെ പ്രധാന ക്രിറ്റിസിസമാണ് ഗ്രോത്ത് നൈഫ് എഡ്ജ് എന്നത്. അതായത് തുല്യമായിട്ടുള്ള വളർച്ചാ നിരക്കിൽ ഗ്രോത്ത് റേറ്റിൽ ഈക്വൽ ഗ്രോത്ത് റേറ്റിൽ ചെറിയ മാറ്റം സംഭവിച്ചാൽ പോലും അത് അൺസ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കുന്നു. ഇത് സസ്റ്റൈനബിൾ ഗ്രോത്ത് നിലനിർത്താനായിട്ട് പ്രോബ്ലം ആവുന്നു. സോ ഓപ്ഷൻസിലേക്ക് വന്നാൽ ഓവർ എംഫസൈസിങ് ഓൺ ടെക്നോളജി എന്നത് അത്രയും സ്യൂട്ടബിൾ അല്ല. നോ എക്സ്പാൻഷൻ ഓഫ് സേവിങ്സ് എന്നത് ഇതിൽ സേവിങ് ഈസ് സെൻട്രൽ. ഇഗ്നോർ ദ റോൾ ഓഫ് ക്യാപിറ്റൽ എന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്നത് ഇവിടെ ഹെറോൾഡ് ഡോമറിൽ പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ലൂയിസ് സർപ്ലസ് ലേബർ എക്സിസ്റ്റ്. ഓപ്ഷൻ എ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ സെക്ടർ. ഓപ്ഷൻ സി അർബൻ മിഡിൽ ക്ലാസ്. ഓപ്ഷൻ ഡി ഹൈടെക് സെക്ടേഴ്സ്. സോ ആൻസർ ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. ലോയിസിൻ്റെ ഡ്യുവൽ സെക്ടർ മോഡൽ പ്രകാരം സർപ്ലസ് ലേബേഴ്സ് ജോലിയില്ലാതെ അഗ്രികൾച്ചറൽ സെക്ടറിൽ തുടരുന്ന ഒരവസ്ഥയുണ്ട്. ഇവരെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് നീക്കിയാൽ ഗ്രോത്ത് സാധ്യമാകുന്നു. ഓപ്ഷൻസിലേക്ക് വന്നാൽ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രി എന്നത് ഓൾറെഡി പ്രൊഡക്റ്റീവാണ്. അർബൻ മിഡിൽ ക്ലാസ് എന്നത് നോട്ട് റിലവൻ്റ് ആണ്. ഹൈടെക് സെക്ടേഴ്സ് എന്നത് സ്കിൽഡ് ലേബർ സോണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തിയറി ബിലീവ്സ് ഇൻ സെക്ടോറിയൽ ഇംബാലൻസ് ആസ് എ ട്രിഗർ ഫോർ ഗ്രോത്ത്? ഓപ്ഷൻ എ സോളോ ഗ്രോത്ത് തിയറി. ഓപ്ഷൻ ബി ഹെറോൾഡ് ഡോമർ തിയറി. ഓപ്ഷൻ സി ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് ഓപ്ഷൻ ഡി അൺബാലൻസ്ഡ് ഗ്രോത്ത്. ആൻസർ ഓപ്ഷൻ ഡി അൺബാലൻസ്ഡ് ഗ്രോത്ത്. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പ്രകാരം ഓരോ മേഖലയിലും ഒരു അൺബാലൻസ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജ് വഴി ഓരോ മേഖലകളിലേക്കും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ഇത് വികസനത്തിനുള്ള അല്ലെങ്കിൽ ഗ്രോത്തിനുള്ള ഒരു ക്രിയേറ്റീവ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ സോളോ ഗ്രോത്ത് തിയറി എന്നത് ഇക്വിലിബ്രിയം ഓറിയൻറ്റഡ് ആണ്. ഹെറോൾഡ് ഡോമർ തിയറിയിലെ സെക്ടറിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നില്ല. ബാലൻസ്ഡ് ഗ്രോത്ത് എന്നത് സൈമുൾട്ടേനിയസ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫൈറെനിസ് മോഡൽ ഗ്രോത്ത് ട്രാൻസിഷൻ ഫോം. ഓപ്ഷൻ എ ഹൈ ടു ലോ ക്യാപിറ്റൽ യൂസ്. ഓപ്ഷൻ ബി സർപ്ലസ് ലേബർ ടു ഫുൾ എംപ്ലോയ്മെന്റ്. ഓപ്ഷൻ സി ലോ സേവിങ്സ് ടു ഹൈ സേവിങ്സ്. ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ടു ഡിഫൻസ് സെക്ടർ. ആൻസർ ഓപ്ഷൻ ബി സർപ്ലസ് ലേബർ ടു ഫുൾ എംപ്ലോയ്മെന്റ്. ഫൈറെനിസ് മോഡലിൽ ലൂയിസ് മോഡലിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനിൽ സർപ്ലസ് ലേബറിൽ നിന്ന് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നു. ഇതിൽ അധികം തൊഴിലാളികൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് മാറിയാൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ വേജസ് കൂടുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ഹൈ ടു ലോ ക്യാപിറ്റൽ യൂസ് എന്നത് ഇവിടെ ഫോക്കസ്ഡ് അല്ല. ലോ സേവിങ്സ് ടു ഹൈ സേവിങ് എന്നത് ഇവിടെ കീ ഐഡിയ അല്ല. അഗ്രികൾച്ചർ ടു ഡിഫൻസ് സെക്ടർ എന്നത് ഇറിലവൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോസ്ലിൻ റോതൻ എംഫസൈസ്. ഓപ്ഷൻ എ ഇമ്പോർട്ടൻസ് ടു ഇൻഫ്ലേഷൻ. ഓപ്ഷൻ ബി ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ്. ഓപ്ഷൻ സി ട്രേഡ് ഡെഫിസിറ്റ്. ഓപ്ഷൻ ഡി റോൾ ഓഫ് അഗ്രികൾച്ചർ. ആൻസർ ഓപ്ഷൻ ബി ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ബിഗ് പുഷ്.
റോസ്ലിൻ റോദറിന്റെ ബിഗ് പുഷ് തിയറി പ്രകാരം ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് സാധ്യമാവില്ല. പല വ്യവസായങ്ങളിലും ഒരേ സമയം നിക്ഷേപം നടത്തുന്നത് വിപണിയും ഡിമാൻഡും ക്രിയേറ്റ് ചെയ്യും. ഇത് ഗ്രോത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ഓപ്ഷൻസിലേക്ക് വന്നാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്ലേഷൻ എന്നത് മാക്രോ എക്കണോമിക് ടോപ്പിക്കാണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്നത് ഇവിടെ ഫോക്കസ്ഡ് അല്ല. റോൾ ഓഫ് അഗ്രികൾച്ചർ എന്നത് നോട്ട് എംഫസൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ സോളോ മോഡൽ വാട്ട് എൻഷുർ കൺവെർജൻസ് ഓഫ് ഇൻകം? ഓപ്ഷൻ എ അൺലിമിറ്റഡ് ലേബർ, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ റിട്ടേൺസ്, ഓപ്ഷൻ സി ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ഓപ്ഷൻ ഡി എക്സ്പോർട്ട് ഗ്രോത്ത്. സോളോ ഗ്രോത്ത് മോഡൽ പ്രകാരം രാജ്യങ്ങളുടെ ഉൽപാദനക്ഷമതയുടെ ഉയർന്ന മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നത് അതിവേഗത്തിൽ വളരുന്നു. ഇത് എക്കണോമിയുടെ കൺവേർജൻസിന് വഴിയൊരുക്കുന്നു. ഓപ്ഷൻസിലേക്ക് വന്നാൽ അൺലിമിറ്റഡ് ലേബർ എന്നത് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് സോളോ. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ റിട്ടേൺസ് എന്നത് ഈ ഒരു മോഡലിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. എക്സ്പോർട്ട് ഗ്രോത്ത് എന്നത് എക്സ്റ്റേണൽ ഫാക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അൺബാലൻസ്ഡ് ഗ്രോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ആർ ക്രൂഷ്യൽ. ദിസ് കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ ലെയ്ബൻസ്റ്റൈൻ, ഓപ്ഷൻ ബി നെർസ്കെ, ഓപ്ഷൻ സി ഹെർച്ച്മാൻ, ഓപ്ഷൻ ഡി റോസ്റ്റോ. ആൻസർ ഓപ്ഷൻ സി ഹെർച്ച്മാൻ. ആൽബർട്ട് ഹെർച്ച്മാൻ ഡെവലപ്മെന്റിന്റെ ഫോഴ്സ് ആയിട്ടാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന ആശയം അവതരിപ്പിച്ചത്. ഫോർവേഡ് ലിങ്കേജിൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കുകയും ബാക്ക്വേർഡ് ലിങ്കേജിൽ മെറ്റീരിയൽസ് ആവശ്യമായത് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ലെയ്ബൻസ്റ്റൈൻ എന്നത് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ടാണ്. നെർസ്കെ എന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ വക്താവാണ്. റോസ്റ്റോ എന്നത് സ്റ്റേജസ് ഓഫ് ഗ്രോത്തിന്റെ വക്താവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, who proposed the big push theory? Option A Rostow, option B Nersky, option C Rostein Rodin, option D Leibenstein. Answer option C Rostein Rodin. ബിഗ് പുഷ് തിയറി രൂപപ്പെടുത്തിയത് പോൾ റോസ്റ്റൻ റോദർ ആണ്. അദ്ദേഹം വിക്ടസ് പോൾട്രി സർക്കിൾ തകർക്കാനായിട്ട് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെന്ന് വാദിച്ചു. റോസ്റ്റോ എന്നത് 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തതാണ്. നെർസ്കെ ബാലൻസ്ഡ് ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലേബൻസ്റ്റൈൻ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ടിനെയാണ് ഡെവലപ്പ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഡീപ്പനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഓപ്ഷൻ എ ലോയിസ് തിയറി, ഓപ്ഷൻ ബി ഹെറോൾഡ് ഡോമർ മോഡൽ, ഓപ്ഷൻ സി ക്ലാസിക്കൽ മോഡൽ, ഓപ്ഷൻ ഡി സോളോ മോഡൽ. ആൻസർ ഓപ്ഷൻ ഡി സോളോ മോഡൽ. ക്യാപിറ്റൽ ഡീപ്പനിങ് എന്നത് ഓരോ ലേബറിനും കൂടുതൽ ക്യാപിറ്റൽ ലഭ്യമാക്കുക എന്നതാണ്. സോളോ ഗ്രോത്ത് മോഡലിൽ ക്യാപിറ്റൽ ഡീപ്പനിങ് വഴി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ലോങ് റണ്ണിലെ ഗ്രോത്ത് ഇതിന് സാധ്യമല്ല. സോ ഡിമിനിഷിംഗ് റിട്ടേൺസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ലോങ് റൺ ഗ്രോത്തിന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ഏറ്റവും ബെറ്റർ. ഓപ്ഷൻ എ എന്നത് ലോയിസ് തിയറി ആണ്. ഇത് ലേബർ ട്രാൻസ്ഫർ ആണ്, നോട്ട് ക്യാപിറ്റൽ ഡീപ്പനിങ്. ഓപ്ഷൻ ബി എന്നത് ഹെറോൾഡ് ഡോമർ മോഡലാണ്. നമ്മൾ പറഞ്ഞതുപോലെ സേവിങ്സ് ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ക്ലാസിക്കൽ മോഡൽ ഫോക്കസ്ഡ് ഓൺ നാച്ചുറൽ ലിമിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് ഇസ് പാർട്ട് ഓഫ് ഓപ്ഷൻ എ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, ഓപ്ഷൻ ബി ഹെറോൾഡ് ഡോമർ മോഡൽ, ഓപ്ഷൻ സി സോളോ മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി ക്ലാസിക്കൽ തിയറി. ആൻസർ ഓപ്ഷൻ സി സോളോ മോഡൽ. സോളോ മോഡല് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് എന്നത് ഔട്ട്പുട്ട്, ലേബർ, ക്യാപിറ്റൽ എന്നിവ ഈക്വൽ റേറ്റിൽ ഗ്രോ ചെയ്യുന്ന അവസ്ഥയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഓരോ ലേബറിനും വരുന്ന ഔട്ട്പുട്ടും ക്യാപിറ്റൽ എന്നിവ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. ഇത് മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓപ്ഷൻസിലേക്ക് വന്നാൽ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഇറ്റ് സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ ബി എന്നത് ഹെറോൾഡ് ഡോമർ മോഡലാണ്. അൺസ്റ്റേബിൾ ഗ്രോത്ത് പാത്താണ്. ക്ലാസിക്കൽ തിയറി ഓൺലി ഫോക്കസ്ഡ് ഓൺ ഫാക്ടർ എൻഡോമെന്റ്സ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് vicious cycle of poetry appears in option A Solow model, option B balanced growth theory, option C classical theory and option D Ricardian model. Answer option B balanced growth theory.
വിഷസ് സൈക്കിൾ ഓഫ് പോവർട്ടി എന്നൊരാശയം ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിലാണ് മുന്നോട്ട് വെച്ചത്. റാഗ്നർ നസ്കെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവികസിത രാജ്യങ്ങളിൽ വളരാൻ സാധിക്കില്ല എന്ന് വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈമിൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്തിലേക്കും കൂടുതൽ പ്രൊഡക്ഷനിലേക്കും സൃഷ്ടിക്കും അല്ലെങ്കിൽ അതിലേക്കുള്ള വളർച്ച സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നു. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ സോളോ മോഡൽ എന്നത് എക്സോജീനിയസ് ടെക് ഫോക്കസ്ഡ് ആണ്. ക്ലാസിക്കൽ തിയറി എന്നത് പോപ്പുലേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് ബാലൻസ്ഡ് ആണ്. റിക്കാർഡിയൻ മോഡൽ എന്നത് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ കമ്പാറ്റീവ് അഡ്വാൻറ്റേജസ് നോട്ട് പോവർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ അസംഷൻ ഓഫ് ലൂയിസ് മോഡൽ? ഓപ്ഷൻ എ വേജ് ഫ്ലെക്സിബിലിറ്റി, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് റിട്ടേൺസ്, ഓപ്ഷൻ സി സർപ്ലസ് ലേബർ അറ്റ് ഫിക്സഡ് വേജസ്, ഓപ്ഷൻ ഡി ഫുൾ എംപ്ലോയ്മെന്റ്. സോ ലൂയിസ് മോഡലിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് മെയിൻ അസംഷൻ എന്നത് സർപ്ലസ് ലേബർ അറ്റ് ഫിക്സഡ് വേജസ് ആണ്. ആർതർ ലൂയിസ് മോഡലിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്നത് കൃഷി മേഖലയിൽ അധികമായിട്ടുള്ള സർപ്ലസ് തൊഴിലാളികളെ ഒരു സ്ഥിരമായിട്ടുള്ള കുറഞ്ഞ വേതനം മാത്രമേ ലഭിക്കുന്നുള്ളൂ, അവരെ വ്യാവസായിക മേഖലകളിലേക്ക് മാറ്റിയാൽ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ വേജ് ഫ്ലെക്സിബിലിറ്റി എന്നത് കൈനീഷ്യൻ ഫോക്കസ്ഡ് ആണ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്നത് ഇറ്റ് കോൺട്രഡിക്ട് ടു ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്നത് നോട്ട് ഇൻ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ലൂയിസ് തിയറി. ഇത് ഫയർ എനിസ് തിയറിയുടെ പാർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രോത്ത് തിയറി ഇൻട്രൊഡ്യൂസ്ഡ് എക്സോജീനിയസ് ടെക്നോളജി? ഓപ്ഷൻ എ ഹെറോൾഡ് ഡോമർ മോഡൽ, ഓപ്ഷൻ ഡി സോളോ മോഡൽ, ഓപ്ഷൻ സി ഫയർ എനിസ് മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി ലൂയിസ് മോഡൽ. ആൻസർ ഓപ്ഷൻ ബി സോളോ മോഡൽ. നമുക്കറിയാം സോളോ ഗ്രോത്ത് മോഡലിൽ ടെക്നോളജി ഒരു എക്സ്റ്റേണൽ എക്സോജീനിയസ് ഫാക്ടറായിട്ട് പരിഗണിക്കുന്നു. സോ എക്സോജീനിയസ് ടെക്നോളജി എന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പുരോഗതി വരുത്തും. ഇത് ലോങ് റണ്ണിന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇദ്ദേഹം പറയുന്നു. സോ മറ്റ് ഓപ്ഷൻസിലേക്ക് വന്നാൽ ഹെറോൾഡ് ഡോമർ എന്നത് ടെക്നിക്കലായിട്ടുള്ളത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഫയർ എനിസ് മോഡൽ എന്നത് ലേബറിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൂയിസ് മോഡലിൽ ടെക്നോളജി ഒന്നും എംഫസൈസ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്തിലെ 25 MCQ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.